ഈ 4 വർഷത്തിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ള ഉത്കണ്ഠയാണ് ഓരോ പേരൻസിനുള്ളത്. അതുകൊണ്ട് എന്തിനാണ് വെറുതെ ഒരു 3 വർഷം ഗ്രാജുവേഷന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുകയും പിന്നെ വരുന്നതെന്നുള്ളത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിന് 90% ഹോപ്പ് കൊടുക്കാൻ സാധിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ഒരുപാട് യുവാക്കൾക്കും യുവതികൾക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അഗ്നിപത് സ്കീം വന്നതോടുകൂടി പലർക്കും ഇതിനോടൊരു തിരിഞ്ഞുനോട്ടമാണ് കാണുന്നത്. അവരുടെ ഭാവി നശിക്കുമോ, അല്ലെങ്കിൽ ഈ 4 വർഷം കഴിഞ്ഞ് അവരെ പിരിച്ചുവിടുമോ, അവരുടെ ഭാവി എന്താകും എന്നുള്ള ഒരു ഉത്കണ്ഠ പേരൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ട്. സാറിന് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഗുഡ് മോർണിംഗ് നിജിൻ. അഗ്നിപത് സ്കീം ആദ്യമായിട്ട് വന്നത് 2022 ഈ വർഷം 2026 ഫെബ്രുവരിയാണ് ആദ്യമായിട്ട് അഗ്നിപത് സ്കീമിനകത്ത് അഗ്നിവീർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ അഗ്നിവീർ 4 വർഷത്തെ ട്രെയിനിങ് ശേഷം ഈ മാസം, അതായത് ഫെബ്രുവരി 2026 അവരുടെ 4 വർഷം പൂർത്തീകരിക്കുന്നത്. അവർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം 25% പെർമനൻറ്റും അതുപോലെ തന്നെ 10% പാരാമിലിറ്ററിയിലേക്ക് എടുക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ലാസ്റ്റ് അപ്ഡേറ്റ് വന്നത് 50% പെർമനൻ്റ് ആക്കുകയും അതുപോലെ തന്നെ പാരാമിലിറ്ററിയിലേക്കുള്ള 10%-ന് പുറമായിട്ട് ഇപ്പം കഴിഞ്ഞ മാസം BSF അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 50% ഉദ്യോഗാർത്ഥികളെ BSF-ലേക്ക്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്നുള്ളത്. അഗ്നിവീറിനെ കുറിച്ചിട്ട് പലർക്കും ഇതിൻ്റെ നെഗറ്റീവ് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. എങ്കിലും ഓരോ നാണയത്തിന് 2 വശം എന്ന് പറയുന്നത് പോലെ തന്നെ അഗ്നിപത് സ്കീമിന് 2 വശങ്ങളുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ നെഗറ്റീവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, കാരണം പല പേരൻസും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും ഈ 4 വർഷത്തിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ള ഉത്കണ്ഠയാണ് ഓരോ പേരൻസിനുള്ളത്. ഈ 4 വർഷത്തിന് ശേഷം എന്നുള്ളത് മിനിമം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് +2 കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്, അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് അവരെ പെർമനൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അവരെ യൂണിറ്റിൽ നിന്നും, അതായത് എവിടെയാണ് അവർ സർവേ ചെയ്യുന്നത് അവിടെ നിന്നും തിരിച്ച് അവരുടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് അയക്കും. അവിടെ നിന്ന് റിട്ടേൺ എക്സാം അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാം കഴിഞ്ഞിട്ട് അതിന് മുന്നേ അവരുടെ ഓൾ ഓവർ ഇവരുടെ 4 വർഷത്തെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ഒരു കാറ്റലോഗ് തയ്യാറായിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് അവിടെ ചെന്നിട്ട് ട്രെയിനിങ് സെൻറ്ററിൽ പോവുകയും അതുപോലെ തന്നെ അവിടുന്ന് എക്സാം ഫിസിക്കൽ ചെയ്തുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന മാർക്കിനനുസരിച്ചിട്ടായി അവരെ പെർമനൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് അപ്ഡേഷൻ ഉള്ളത്. അത് വ്യക്തമായിട്ട് എന്നുള്ളത്, അഥവാ ഈ 4 വർഷത്തിന് ശേഷം ഈ മാസം കുട്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ ഒരു 4 വർഷത്തിന് ശേഷം കുട്ടികളുടെ ഫ്യൂച്ചർ നശിച്ചു പോകുമല്ലോ എന്നുള്ളതാണ് പല പേരൻസിനുള്ള ചിന്താഗതി. ആദ്യത്തെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്നുള്ളത് ഇതാണ്. അടുത്തതാണ് ഇവരുടെ ലീവ് പോളിസി. വർഷത്തിൽ 1 മാസമാണ് ഇവർക്ക് ലീവ് അലൗഡ് ചെയ്യുന്നത്. എങ്കിലും അതായത് നേരെ മറിച്ചിട്ട് പെർമനൻറ്റ് പോസ്റ്റിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് വർഷത്തിൽ 3 മാസം, അതായത് 2 മാസം ആനുവൽ ലീവ്, 1 മന്ത് ക്യാഷ്വൽ ലീവ് എന്നുള്ളതാണ് ലീവ് പോളിസിയിൽ ഇന്ത്യൻ ആർമിയിൽ വരുന്നത്. അത് ആർമി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, നേവിയിലായിട്ട് 3 കാറ്റഗറിയിലേക്കും ഈ ഒരു പ്രൊസീജിയറാണ് നടക്കുന്നത്. 2 മാസം ആനുവൽ ലീവ്, 1 മാസം ക്യാഷ്വൽ ലീവ്. നേരെ മറിച്ചിട്ട് അഗ്നിപത് സ്കീമിലാണെങ്കിൽ 1 മാസത്തെ ലീവ് മാത്രമേ അലോഡ് ചെയ്യുന്നുള്ളൂ. പല റെജിമെൻറ്റിലും കുട്ടികൾക്ക് ക്യാഷ്വൽ ലീവ് 5-10 ദിവസത്തെ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. എങ്കിലും ലീവ് പോളിസിയാണ് ഇതിൻ്റെ മെയിൻ നെഗറ്റീവായിട്ട് വരുന്നത്. അടുത്തതാണ് ഇവരുടെ പേ സ്കെയിലിൽ വരുന്നത്. പെർമനൻറ്റ് പോസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സാലറിയുടെ, അതായത് സ്റ്റാർട്ടിങ് 40,000 തൊട്ടാണ് ലഭിക്കുന്നതെങ്കിൽ അഗ്നിപത് സ്കീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 30,000 രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ. സ്റ്റാർട്ടിങ് തന്നെ 21,000 രൂപയാണ് കൊടുക്കുന്നത് സ്റ്റൈപ്പൻഡായിട്ട്. അത് ഓരോ വർഷം മാറി മാറി അങ്ങനെ 40,000-ലേക്കാണ് എത്തുന്നത്. ഇവർക്ക് 4 വർഷം കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ഒരു എമൗണ്ടിനെ കുറിച്ചാണ് പല ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ പേരൻസിനുള്ള ഒരു വേവലാതി എന്നുള്ളത്. അതായത് ഏകദേശം 12 ലക്ഷത്തോളമാണ് ഇവർ പിരിഞ്ഞ് വരുമ്പോൾ, അതായത് 4 വർഷത്തിന് ശേഷം പിരിഞ്ഞ് വരുമ്പോൾ ലഭിക്കുന്ന ഒരു എമൗണ്ട്. ഈ ഒരു 12 ലക്ഷം രൂപ എന്നുള്ളത് നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് അതിനെ കൊണ്ട് പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതർവൈസ് അങ്ങനെയല്ല, അതിൻ്റെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 12 ലക്ഷം എന്നുള്ളത് പെട്ടെന്ന് തീരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇന്നത്തെ ഒരു ജനറേഷൻ, കാരണം 4 വർഷം ഡിഫൻസിൽ സർവീസ് ചെയ്തുകൊണ്ട് അവർ നല്ലൊരു ഫ്രീഡം ലഭിക്കുകയും പുറത്തിറങ്ങിയതിന് ശേഷം അവർ ആ ഒരു രീതിയിലാണ് ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ 12 ലക്ഷം തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു നെഗറ്റീവ് പോയിൻ്റാണ് ഇതിൻ്റെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റി. ഇവർക്ക് ഈ ഒരു ഡ്യൂറേഷനിൽ 4 വർഷത്തെ ഡ്യൂറേഷനകത്ത് ഇവർക്ക് എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നതാണ്. എങ്കിലും ഇവർ പെൻഷൻ ആയതിനു ശേഷം, അതായത് പെൻഷൻ അലൗഡ് അല്ല, അതുപോലെ തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, മെഡിക്കൽ, ഈ ഒരു ഫെസിലിറ്റീസും ഇവർക്ക് 4 വർഷത്തിന് ശേഷം ലഭിക്കുന്നതില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ളത്. അടുത്തതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്നുള്ളത്. പോസിറ്റീവ് തലങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് അഗ്നിപത് സ്കീമിൻ കൊണ്ട് പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ളത് ഈ ഒരു 4-5 കേസാണ് വരുന്നത്. എങ്കിലും ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത്. കാരണം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2
ഇപ്പം ഇന്ത്യൻ ആർമിയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. 17.5 വയസ്സ് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. +2 കഴിഞ്ഞതായിക്കോട്ടെ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞതായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണ് നോക്കുകയാണെങ്കിൽ അവർ 17.5 വയസ്സിലാണ് ഇന്ത്യൻ ആർമിയിലേക്ക് കയറുന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് 21.5 വയസ്സ് മാത്രമേ ആവത്തുള്ളൂ. ഇന്ന് നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ അതായത് 21.5 വയസ്സുള്ള ഉദ്യോഗാർത്ഥി ഏതൊരു തലങ്ങളിലും, അതായത് നമ്മൾ കേരള PSC വെച്ച് നോക്കുകയാണെങ്കിൽ 21 വയസ്സിനകത്ത് ജോലി നേടുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു +2 കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് ഈ 4 വർഷം ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇഗ്നു ത്രൂ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ട് ഈ 4 വർഷത്തിനകത്ത് ഒന്നുകിൽ കേരള PSCയുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് ഇവർ ഇറങ്ങുമ്പോഴേക്കും ഇവർക്ക് ഏകദേശം ഒരു ലിസ്റ്റിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ ഒരു 3-4 വർഷം കൊണ്ട് അവർക്ക് നോർമലായിട്ട് നേടാൻ സാധിക്കുന്നതാണ്. അതായത് എഡ്യൂക്കേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ. കാരണം ഒരുപാട് ടൈമാണ് അവർക്ക് ലഭിക്കുന്ന. പല യൂണിറ്റുകളിലും പല റെജിമെൻറ്റുകളിലും അവർക്ക് നൈറ്റ് ഡ്യൂട്ടി എല്ലാം അവിടെ അല്ല, നോർമൽ മെയിൻ്റനൻസ് മാത്രമേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഒരു സമയത്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് അവർക്ക് ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ത്യൻ ആർമി അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ ACC കമ്മീഷൻ, അതായത് പെർമനൻറ്റ് കമ്മീഷൻ, നമ്മൾ സിവിലിൽ NDA എന്ന് പറയുന്നതിന് അവിടെ സർവീസിൽ കയറിയതിന് ശേഷമുള്ള ഒരു എക്സാമാണ് ACC, ആർമി കാഡറ്റ് കോർപ്സ്. ഈ ഒരു എക്സാം എഴുതുകയും പെർമനൻറ്റ് കമ്മീഷനായിട്ട് ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ തസ്തികയിലേക്ക് പോകാനും ആ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. മുന്നേ ഇത് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, അതുപോലെ +2 സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ്, ഏത് കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്കും ACC എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള PSCയുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ SSCയുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു ഉദ്യോഗത്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യൻ ആർമിയിൽ നിന്നും അല്ലെങ്കിൽ എയർഫോഴ്സ്, നേവിയിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം എഡ്യൂക്കേഷനെ, അതായത് മുന്നോട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയെ ഏതൊരു കാറ്റഗറിയിലോ ഏതൊരു ഓർഗനൈസേഷനും അവരെ തരം താഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം എവിടെയും നടക്കുന്നില്ല. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെ, ഞാനും ഇന്ത്യൻ ആർമിയിൽ +2 കഴിഞ്ഞിട്ടായിരുന്നു പോയത്. അവിടെ ചെന്നിട്ടാണ് TTC, അതായത് അവിടെ നമ്മൾ JBT എന്ന് പറയും, ജൂനിയർ ബേസിക് ടീച്ചർ കോഴ്സസ്. അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ ആർമി കോഴ്സസ് ചെയ്യാനും 3 തവണ ACC, അതുപോലെ തന്നെ SL കമ്മീഷൻ, SCO കമ്മീഷൻ, അങ്ങനെ 5 തവണ SSB അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ തന്നെ ഇത്രയും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം അഗ്നിവീർ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഫ്യൂച്ചർ. അതായത് അവിടെ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് സാലറിയും ലഭിക്കും, എല്ലാ മാസം സാലറി ലഭിക്കും, ഫെസിലിറ്റീസും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ പല ഉദ്യോഗാർത്ഥികളും നമ്മൾ ഫോൺ എല്ലൗഡുള്ള ലൊക്കേഷനിലാണെങ്കിൽ ഡ്യൂട്ടി സമയത്തിന് ശേഷം ഫോണിൽ തന്നെ, അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കുകയും ഇങ്ങനെയുള്ള ടൈം വേസ്റ്റേജ് ആണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചെയ്തു വരുന്നത്. മാക്സിമം കേരളത്തിലുള്ള നമ്മൾ ആർമിയിലോ എയർഫോഴ്സിലോ നേവിയിലോ സർവീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. നേരെ മറിച്ച് അതിനെ മിസ്യൂസ് ചെയ്യാതെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഈ ഒരു 4 വർഷത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ആദ്യം എങ്ങനെയെങ്കിലും നമുക്ക് അതിൽ ആ ജോലിയിലേക്ക് കയറുകയും അവിടെ നിന്ന് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 4 വർഷം കൊണ്ട് നിങ്ങൾ വളണ്ടിയർ ആയിട്ട് തിരിച്ചു വന്നാൽ പോലും ബെനിഫിറ്റ് മാത്രമായിരിക്കും. അടുത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് ഈ 4 വർഷം കൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുകയും ഏതെങ്കിലും ഒരു ലിസ്റ്റ് വരികയോ അല്ല, നമ്മൾ ഈ ഒരു 4 വർഷത്തിന് ശേഷം അവർ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യുകയും നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു ഏകദേശം 12 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ആ ഒരു 12 ലക്ഷം രൂപ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന്, അതായത് നമ്മുടെ ഹയർ സ്റ്റഡീസിന് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഏകദേശം ഒരു 1 ഇയർ പ്രിപ്പറേഷൻ കൊണ്ട് നമുക്കൊരു ജോലി നേടാൻ സാധിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. അതർവൈസ് അതിനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പേരൻസ് പോലും കൺട്രോൾ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും മാറുന്നത്. അത് നേരത്തെ നമ്മൾ നെഗറ്റീവ് വശങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. +2 കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി ഡിഫൻസ് ലെവൽ ചൂസ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകുന്നതാണോ നല്ലത്? സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നിജിൻ, ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ +2വിന് ശേഷം ഡിഫൻസ് ലെവൽ ചൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഇന്നത്തെ ഒരു ഏജ് ക്രിറ്റീരിയ നോക്കുകയാണെങ്കിൽ അഗ്നിപഥ് സ്കീം വന്നതിന് ശേഷം ആദ്യം തന്നെ 23 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ അത് 21ലേക്കാക്കി. അപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിയുമ്പോഴേക്കും പല ഉദ്യോഗാർത്ഥികൾക്കും ഏജ് ലിമിറ്റ് ക്രോസ് ആവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് NCC C സർട്ടിഫിക്കറ്റ് പോലും ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ആർമി, എയർഫോഴ്സ്, നേവി ചൂസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് ഈ ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് +2 കഴിഞ്ഞ് ഉടനെ തന്നെ ഡിഫൻസ്
ലെവൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ അഗ്നിപഥ് സ്കീം എന്നുള്ളത് എല്ലാം അഗ്നിവീർ എന്ന കാറ്റഗറിയിലേക്കല്ല, അതിലും ഇവൻ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഇതൊക്കെ പെർമനൻറ്റ് പോസ്റ്റാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ലെവൽ ആർമി, എയർഫോഴ്സ്, നേവി അല്ലെങ്കിൽ പാരാമിലിറ്ററി പെർമനൻ്റ് ആണ്, ഈ ഒരു 3 കാറ്റഗറിയിലേക്കും ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് മുന്നോട്ടേക്ക് വരാനുള്ളത്. ഈ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം ഗ്രാജുവേഷൻ ലെവലിൽ പോയിട്ട് അവരുടെ ടൈം നല്ലതല്ല എന്നുള്ളതല്ല പറയുന്നത്, എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും +2 കഴിഞ്ഞതിന് ശേഷമാണ് ആർമിയിലേക്ക് ജോയിൻ ചെയ്തത്. അതുപോലെ +2 കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവേഷൻ അവർക്ക് അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഉദ്യോഗാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ +2 കഴിഞ്ഞോ ഉടനെ തന്നെ ഡിഫൻസ്, അതായത് നിങ്ങളുടെ സ്വപ്നം ഇന്ത്യൻ ഡിഫൻസ് എന്ന ജോബാണെങ്കിൽ +2ന് ശേഷം പോകുന്നതായിരിക്കും വളരെ നല്ലത്. എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പഠിപ്പ്, അതായത് നമ്മുടെ +2 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാം ഒക്കെ വരുന്നത്. ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾ സെലക്ഷനായിട്ട് പോവുകയും ചെയ്യും. ഈ ഒരു 4 മാസം, അതായത് കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ എഡ്യൂക്കേഷനായിട്ട് ടച്ചപ്പ് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ ഡിഫൻസ് എന്നുള്ളത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓഫീസർ തസ്തികയിലേക്കും അതുപോലെ തന്നെ പല ടെക്നിക്കൽ തസ്തികയിലേക്കും നമുക്ക് റിട്ടേൺ എക്സാം അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ഹയർ പോസ്റ്റിലേക്ക് പോകാനുള്ള ഒരുപാട് ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് +2 കംപ്ലീറ്റ് ചെയ്തു ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാലറിയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതിനാൽ എനിക്ക് ഈ ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ആണെങ്കിൽ പോലും ഏജ് ലിമിറ്റിനകത്ത് വരുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അറിയിക്കുകയും അതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭദ്രമാവുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനും നമുക്ക് നേടുകയാണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് നിങ്ങൾ വളരെ റിട്ടയർമെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ പോലും, പിന്നെ വരുന്നതെന്നുള്ളത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിന് 90% ഹോപ്പ് കൊടുക്കാൻ സാധിക്കും. ഇവരുടെ ഈ ഒരു 4 വർഷത്തിന് ശേഷം 50% ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ പേര് വരുമെന്നുള്ളത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. 4 വർഷം എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥിയും, കാരണം എന്താ ഇപ്പോൾ ഇന്ന് തൊട്ട് ഫെബ്രുവരി 13 തൊട്ട് ആർമിയിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകാൻ പോവുകയാണ്. ഏജ് ലിമിറ്റും മാറ്റം വരുത്തിയിട്ടുണ്ട്. 2005 ജൂലൈ മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ നല്ല വേക്കൻസിയും കൂടിയാണ് കൊടുത്തിട്ടുണ്ട്. 1,00,000 പരം വേക്കൻസി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഓരോ ഉദ്യോഗാർത്ഥിയും, കാരണം മുന്നേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാജുവേഷന് ശേഷം ഇന്ത്യൻ ആർമിയിലേക്ക് പോകാം അല്ലെങ്കിൽ എയർഫോഴ്സിലെ നേവിയിലേക്ക് പോകാം എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, സോൾജർ, ടെക്നിക്കൽ, നഴ്സിംഗ് അല്ലെങ്കിൽ ക്ലർക്ക് ആയിക്കോട്ടെ, ട്രേഡ്സ്മാൻ ആയിക്കോട്ടെ, ഓരോ കാറ്റഗറിയിലേക്കും ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. കാരണം +2 കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയും ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയും സാലറിയും അതുപോലെ തന്നെ പോസ്റ്റും സെയിം ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് വെറുതെ ഒരു 3 വർഷം ഗ്രാജുവേഷന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുകയും, നേരെ മറിച്ച് +2ന് ശേഷം നിങ്ങൾ ജോലി ചെയ്തോളൂ, അതിനുശേഷം നിങ്ങൾ അവിടുന്ന് ഹയർ എഡ്യൂക്കേഷൻ പൂർത്തീകരിക്കും, ബാക്കി നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം അത്രമാത്രം ഓപ്പർച്യൂണിറ്റിയാണ്, അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയോടും എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, നിങ്ങൾ അഗ്നിപഥ് സ്കീമിനെ കുറിച്ചിട്ട് ചിന്ത കൊടുക്കാതെ ആദ്യം തന്നെ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയും അതിനുശേഷം നമുക്ക് ഈ 4 വർഷത്തിന് ശേഷം ഒന്നും പറയാൻ സാധിക്കില്ലല്ലോ. അഗ്നിപഥ് സ്കീം വരും എന്നുള്ളത് പോലും ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചേഞ്ച്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വറീഡ് ആവാതെ നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് യൂണിഫോം അണിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്കുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.